വരുന്ന LGS പരീക്ഷകളിൽ അത്രയേറെ പ്രാധാന്യമുള്ള കുറച്ച് PYQ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമേത്? ഏതാണ്? കുളച്ചൽ യുദ്ധത്തിലാണ് തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ചത്. വർഷം ചോദിക്കുകയാണെങ്കിൽ 1741 കേട്ടോ. 1741 തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച കുളച്ചൽ യുദ്ധം. അടുത്തത് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആരാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. അദ്ദേഹം എന്താണ്? 1729 തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്തത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. അതുപോലെ തന്നെ ഈ ആധുനിക അശോകൻ എന്നറിയപ്പെട്ടതും ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക അശോകൻ എന്ന് അറിയപ്പെട്ടതും. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ. അദ്ദേഹം 1729 തിരുവിതാംകൂറിൻ്റെ ഭരണം ഏറ്റെടുത്തത്. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നതും മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? ആധുനിക അശോകൻ. അടുത്ത ചോദ്യം, തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏതു പേരിലാണ് പ്രസിദ്ധൻ? എന്താണ്? തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ. ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏതു പേരിലാണ് പ്രസിദ്ധൻ? അദ്ദേഹത്തെ ധർമ്മരാജ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. ഏതു പേരിലാണ്? ധർമ്മരാജ എന്ന പേരിലാണ് അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ളത്. അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതും ആരാണ്? ഈ ധർമ്മരാജയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് ആരാണ്? ധർമ്മരാജയാണ്. അദ്ദേഹമാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെട്ടിരുന്ന പേരാണ് ധർമ്മരാജ എന്ന്. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏതു പേരിലാണ് പ്രസിദ്ധൻ? ധർമ്മരാജ എന്ന പേരിലാണ്. അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരി എന്ന് പറയുന്നത് ധർമ്മരാജയാണ്. അടുത്ത ചോദ്യം, ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത് ആരെയാണ്? എന്താണ്? ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത് ആരെയാണ്? അവിട്ടം തിരുനാളിനെയാണ് ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത്. എന്താണ്? ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത് അവിട്ടം തിരുനാളിനെയാണ്. അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്ന സമയത്തെ രാജാവായിരുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ ഭരണാധികാരിയായിട്ട് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഈ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേരിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത് അവിട്ടം തിരുനാളിനെയാണ്. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ ഭരണകാലത്താണ്? തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാര്യം പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതും ഈ ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മിഭായിയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? അതിനു മുൻപ് അടിമക്കച്ചവടം നിർത്തലാക്കിയതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മാതൃകയിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയതൊക്കെ ഗൗരി ലക്ഷ്മിഭായിയാണ്.
തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്? ആ വാക്ക് ശ്രദ്ധിക്കുക. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത് റാണി ഗൗരി പാർവതിഭായി ആണ്. ആരാണ്? റാണി ഗൗരി പാർവതിഭായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത്. അതുപോലെ ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് തന്നെ എല്ലാ വീടുകളിലും ഓടുമെയ്യുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചതും റാണി ഗൗരി പാർവതിഭായിയാണ്. ഉഴിയവേല നിർത്തിയതും ആരാണ്? ഉഴിയവേല നിർത്തിയതും റാണി ഗൗരി പാർവതിഭായി ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. ഇവിടെ ശ്രദ്ധിക്കുക, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ്. നമ്മളോട് ചോദ്യത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ റാണി ഗൗരി പാർവതിഭായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായി ആണ്. ഇനി ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ആരാണ്? ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ്. സ്വാതി തിരുനാൾ എന്താണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ടത്. അദ്ദേഹം സംഗീതജ്ഞനും അതുപോലെ തന്നെ എന്താണ് പേരുകേട്ട കലാകാരനും ഒക്കെ ആയിരുന്നു. സ്വാതി തിരുനാളിനെ പറ്റി പറയുന്നത് കലാകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ കലാകാരനും എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവും ആരാണ്? സ്വാതി തിരുനാളാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്തെ അറിയപ്പെട്ടത്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. അപ്പോൾ ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായി. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിത ആരാണ്? 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതുലക്ഷ്മിബായി. എന്താണ്? 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതുലക്ഷ്മിബായി. അതുപോലെ തന്നെ 1925 ഗാന്ധിജി സന്ദർശിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നതും റാണി സേതുലക്ഷ്മിഭായി ആണ്. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് റാണി സേതുലക്ഷ്മിഭായി. അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അവസാനത്തെ തിരുവിതാംകൂർ രാജാവ്. അദ്ദേഹം ഭരണത്തിലിരുന്ന സമയത്ത് വന്ന കാര്യങ്ങളാണ്. ഒന്ന് പ്രധാനമായിട്ടും തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് അദ്ദേഹത്തിൻ്റെ സമയത്താണ്. അതുപോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവും ചിത്തിര തിരുനാളാണ്. തിരുവിതാംകൂറിൽ ഉദ്യോഗസ്ഥ നിയമനത്തിന് പബ്ലിക് സർവീസ് കമ്മീഷണറെ നിയോഗിച്ചതും ആരാണ്? ചിത്തിര തിരുനാളാണ്. അപ്പോൾ അവസാനത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എന്നാണ്. ആരാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പനാണ്. ആരാണ്? നായർ സർവീസ് സൊസൈറ്റി, അതാണ് NSS എന്ന് പറയുന്നത്. NSSൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആര്? കെ കേളപ്പൻ. അപ്പോൾ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? അറിയാമല്ലോ, മന്നത്ത് പത്മനാഭനാണ് ആദ്യത്തെ സെക്രട്ടറി. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ. SNDP യോഗത്തിൻ്റെ നിലവിലെ മുഖപത്രം ഏതാണ്? SNDPയുടെ നിലവിലെ മുഖപത്രം ഏതാണ്? യോഗനാഥമാണ്. SNDPയുടെ നിലവിലെ മുഖപത്രം യോഗനാഥമാണ്. പക്ഷേ SNDPയുടെ
ആദ്യത്തെ ഇതിനു മുൻപുള്ള മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമായിരുന്നു. SNDP യോഗത്തിൻ്റെ മുഖപത്രമായിരുന്നത് വിവേകോദയമായിരുന്നു നേരത്തെ. ഇപ്പോഴെന്താണ് SNDP യോഗത്തിൻ്റെ മുഖപത്രം? യോഗനാഥമാണ് SNDP യോഗത്തിൻ്റെ നിലവിലെ മുഖപത്രം. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതുലക്ഷ്മി ഭായി. അവസാനത്തെ തിരുവിതാംകൂർ രാജാവാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻ്റാണ് KK എളപ്പൻ. സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനായിരുന്നു. SNDP യോഗത്തിൻ്റെ നിലവിലെ മുഖപത്രം യോഗനാഥമാണ്. ഇതിനു മുൻപ് വിവേകോദയമായിരുന്നു. ഇപ്പോൾ നിലവിലെന്താണ്? യോഗനാഥമാണ് SNDP യോഗത്തിൻ്റെ നിലവിലെ മുഖപത്രം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. അയ്യൻകാളി സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന ഏതാണ്? യോഗക്ഷേമ സഭയാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടന. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്താണ്? പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യൻകാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പുല്ലാട്ട് ലഹള. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ്. അതുപോലെ സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനും അയ്യത്താൻ ഗോപാലനാണ്. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പാണ്. ഒരുപാട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ്. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലം സ്വാമിത്തോപ്പാണ്. എൻ്റെ ജീവിതകഥ എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ അല്ലെങ്കിൽ AKG എന്ന് പറയും നമ്മൾ. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. അപ്പം AKGയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ ജീവിതകഥ. ഒരിക്കലും മറക്കരുത്. എൻ്റെ ജീവിതകഥ ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ അഥവാ AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. അപ്പോൾ സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ആനന്ദജാതി എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അയ്യ വൈകുണ്ഠർ ജനിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ്. എൻ്റെ ജീവിതകഥ അത് ആരുടെ ആത്മകഥയാണ്? AK ഗോപാലൻ്റെ ആത്മകഥയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളിയാണ്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയ സംഘടനയാണ് യോഗക്ഷേമ സഭ. പ്രബുദ്ധ കേരളം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികളാണ്. പുല്ലാട്ട് ലഹള ഏത് നവോത്ഥാന നായകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യൻകാളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പുല്ലാട്ട് ലഹള. 20-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ ഭരിച്ച ഏക വനിതയാണ് സേതുലക്ഷ്മി ഭായി. അവസാനത്തെ തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആദ്യത്തെ പ്രസിഡന്റ് KK എളപ്പനായിരുന്നു. SNDP യോഗത്തിൻ്റെ നിലവിലെ മുഖപത്രമാണ് യോഗനാഥം. തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത് ആരുടെ കാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് തിരുവിതാംകൂറിലെ ദേവസ്വം ക്ഷേത്രങ്ങൾ സർക്കാർ ഏറ്റെടുത്തത്.
പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിഭായ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി. തിരുവിതാംകൂർ ഭരിച്ച കാർത്തിക തിരുനാൾ രാമവർമ്മ ഏതു പേരിലാണ് പ്രസിദ്ധൻ? ധർമ്മരാജ എന്ന പേരിലാണ് പ്രസിദ്ധൻ. ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത് ആരെയാണ്? അവിട്ടം തിരുനാളിനെയാണ് ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ രാജാവായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തിയത്.